ധാരാളം പാതിരിമാരും പള്ളികളിൽ സ്ഥിരമായി പോയിരുന്ന സഭാ അംഗങ്ങൾ പോലും കുലക്കുകളായി തടവിലാക്കപ്പെട്ടു. ചിലരെ തൂക്കിലേറ്റി, മറ്റുള്ളവരെ ലേബർ ക്യാമ്പുകളിലേക്ക് അയച്ചു. അവിടെ അവർ അവരുടെ മരണത്തെ കാത്തുകിടന്നു. സ്റ്റാലിന്റെ ഇത്തരം മനുഷ്യഹത്യാ ക്യാമ്പുകൾ റഷ്യയിലുടനീളം സംഘടിപ്പിക്കപ്പെട്ടു. രാഷ്ട്രത്തെ എതിർത്തിരുന്നുവരെന്ന് കരുതിയ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ ക്യാമ്പുകളിലെ ഭയാനകമായ സാഹചര്യങ്ങളിൽ മരണത്തിലേക്ക് നയിച്ചു. കത്തുന്ന വേനലിൽ ചിലരെ തുറസായ സ്ഥലത്ത് കനാൽ പണിയുവാൻ വിനിയോഗിച്ചു. മറ്റു ചിലരെ സൈബീരിയയിലെ മരം കൊച്ചുന്ന തണുപ്പിൽ പാറ ഉടയ്ക്കുവാൻ പറഞ്ഞയച്ചു. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പണിയെടുക്കുവാൻ നിർബന്ധിതരായ ഇവർ വളരെ വേഗം ജീവിക്കുന്ന അസ്ഥികൂടങ്ങളായി മാറി. ചിലർക്ക് ജീവനോടെ പ്രസ്തുത ക്യാമ്പുകൾ വിടാനായില്ല. സ്റ്റാലിന്റെ കുരുതി ക്യാമ്പുകൾ. പക്ഷേ ഇതെല്ലാം കൊണ്ട് സ്റ്റാലിൻ ഏറെ സന്തോഷവാനായിരുന്നു. 1934 നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ വച്ച് പ്രതിനിധികളുടെ ഊഷ്മളമായ കയ്യടികൾക്കിടയിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടുത്തരവാദിത്വം വമ്പിച്ച വിജയമാണെന്ന് പ്രഖ്യാപിച്ചു. സ്റ്റാലിന്റെ ഏറ്റവും കടുത്ത അനുയായികൾ ഓരോരുത്തരും അദ്ദേഹം എണ്ണം പറഞ്ഞ ബുദ്ധിജീവിയാണെന്ന് പ്രകീർത്തിച്ചു. എന്തായാലും കോൺഗ്രസിന് അവസാനം നടന്ന രഹസ്യ വോട്ടെടുപ്പിൽ തികച്ചും അപ്രതീക്ഷിതമായ വിധിയാണുണ്ടായത്. ആകെയുള്ള 1900 പ്രതിനിധികളിൽ 300 പേർ സ്റ്റാലിനെതിരെ വോട്ട് ചെയ്തു. സ്റ്റാലിൻ ഞെട്ടിപ്പോയി. ബാലറ്റ് പേപ്പറുകൾ പെട്ടെന്ന് തന്നെ ശേഖരിച്ച് കത്തിച്ചു. വോട്ടെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്റ്റാലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഏകകണ്ഠേന പ്രഖ്യാപിച്ചു. കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. എന്തായാലും ആ ചതിക്ക് ശിക്ഷ നൽകാതിരിക്കാനാവില്ലെന്ന് സ്റ്റാലിൻ തീരുമാനിച്ചു. സ്റ്റാലിന്റെ NKVD എന്ന രഹസ്യ പോലീസ് 1900 പ്രതിനിധികളിൽ 1000-ഓളം പേരെ ഏതാനും ആഴ്ചകൾക്കിടയിൽ വധിച്ചു. കോൺഗ്രസിൽ സ്റ്റാലിനേക്കാൾ കൂടുതൽ കയ്യടി നേടിയ ജനകീയനായ നേതാവ് സെർഗി കിരോവ് വധിക്കപ്പെട്ടു. സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ബൃഹത്തായ മരണാനന്തര ചടങ്ങുകൾ സംഘടിപ്പിച്ചു. താൻ തന്നെ വധിച്ചയാളുടെ ശവമഞ്ചത്തിന് പിറകിലായി സ്റ്റാലിൻ നടന്നു. അടുത്ത ഏതാനും ആഴ്ചകളിൽ കിരോവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഡസനോളം ആളുകളെ രഹസ്യ പോലീസായ NKVD ഉന്മൂലനം ചെയ്തു. 1930-കളിൽ മുതിർന്ന ഏറെ പേർ ഉൾപ്പെടെ ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്റ്റാലിന്റെ ഉത്തരവ് പ്രകാരം വധിക്കപ്പെട്ടു. ചിലർ തുറന്ന വിചാരണയ്ക്ക് വിധേയപ്പെടുകയും
കുറ്റക്കാരെന്ന് കണ്ടെത്തി തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. അക്കാലത്ത് നിലനിൽക്കുവാൻ സ്റ്റാലിന്റെ വിശ്വസ്തനായ ആരാധകനാവുക എന്നത് അത്യാവശ്യമായിരുന്നു. തന്റെ എതിരാളികളായി വളർന്നുവരുമെന്ന ഭീതി മൂലം പല കഴിവുറ്റവരെയും സ്റ്റാലിൻ തരം താഴ്ത്തി. ഇവരിൽ ചിലർ പട്ടാള ജനറൽമാരായിരുന്നു. 1938-ലും 39-ലും സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന മികച്ച ജനറൽമാരിൽ പലരെയും ഒന്നുകിൽ രഹസ്യ പോലീസ് വധിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രച്ഛന്നമായ വിചാരണയ്ക്ക് വിധേയരാക്കി കൊല്ലുകയോ ചെയ്തു. സ്റ്റാലിന്റെ ഈ അവിശ്വസനീയമായ ജനതയുടെ എണ്ണം കുറയ്ക്കൽ എന്ന നയം കാരണം രാജ്യം പ്രതിരോധ സജ്ജമല്ലെന്ന് ആക്രമണകാരികളായ ജർമ്മൻ നാസികൾക്ക് തോന്നി. ഈ സാഹചര്യത്തിന്റെ ആനുകൂല്യത്തിൽ ജർമ്മനിയിലെ നാസികൾ 1941 ജൂൺ 22-ന് സോവിയറ്റ് റഷ്യയെ ആക്രമിച്ചു. ഏതാനും ആഴ്ചകൾ കൊണ്ട് 100 കണക്കിന് കിലോമീറ്റർ മുന്നേറിയ ജർമ്മൻ പട്ടാള സംഘങ്ങൾ തങ്ങൾ മുന്നിൽ കണ്ട എല്ലാറ്റിനെയും നശിപ്പിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജർമ്മൻ ആക്രമണത്തെക്കുറിച്ചുള്ള രഹസ്യ പോലീസിന്റെ റിപ്പോർട്ടുകളെ അവഗണിച്ച സ്റ്റാലിൻ ഭീരുത്വം ആരോപിച്ച് ഈ വിവരങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചു. സ്റ്റാലിൻ അപ്രധാനമെന്ന് കരുതിയ നാസികളുടെ ആക്രമണം സോവിയറ്റ് യൂണിയനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂഷിതമായ യുദ്ധത്തിന് നിർബന്ധിതമാക്കി. ആയിരത്തി 1941-നും 1945-നും മധ്യേ 25 ദശലക്ഷം സോവിയറ്റ് പ്രജകൾ ഈ യുദ്ധത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു. എന്തുതന്നെയായാലും സ്റ്റാലിന്റെ ഭരണകാലത്ത് വധിക്കപ്പെട്ട സോവിയറ്റ് പ്രജകളുടെ എണ്ണം നാസികൾ വധിച്ചതിനേക്കാൾ ഏറെയായിരുന്നു. 1937-നും 38-നും ഇടയ്ക്ക് മാത്രം രാഷ്ട്രീയ തടവുകാരാക്കപ്പെട്ട 7 ദശലക്ഷം പേരിൽ 1 ദശലക്ഷം ആളുകളെ കൊല്ലുകയുണ്ടായി. സ്റ്റാലിന്റെ ഭരണകാലത്ത് വധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം കാലക്രമത്തിൽ 40 ദശലക്ഷത്തിലെത്തി. ഒറ്റ രാത്രി കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലെ പ്രജകളായ ദശലക്ഷക്കണക്കായ ജനങ്ങളെ സ്വന്തം ഗ്രാമങ്ങളിൽ നിന്ന് നാടുകടത്തി. അവരെ തീവണ്ടികളിൽ തിക്കിക്കയറ്റി ഇരുണ്ട പ്രദേശമായ സൈബീരിയയിലേക്ക് പറഞ്ഞുവിട്ടു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, കാക്കസസിലും ക്രിമിയയിലും അധിവസിച്ചിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ സ്റ്റാലിൻ പ്രത്യേക രീതിയിലുള്ള ക്രൂരമായ ചില നടപടികൾ സ്വീകരിച്ചു. 1944 മെയ് 18-ന്റെ ഒറ്റ രാത്രി കൊണ്ട് ക്രിമിയയിൽ ജീവിച്ചിരുന്ന 4 ലക്ഷത്തോളം മുസ്ലിം ടാറ്റാറുകളെ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും തുരത്തി സോവിയറ്റ് യൂണിയനിലെ അകന്ന മൂലകളിലുണ്ടായിരുന്ന ലേബർ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ ഇവരിൽ പകുതിയോളം പേർ മരണാസന്നരായിരുന്നു. NKVD-യുടെ നിശ്ചയിക്കപ്പെട്ട യൂണിറ്റുകളെ 10,000-കണക്കിന് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുൾപ്പെട്ടവർ താമസിക്കുന്ന മുസ്ലിം ഗ്രാമങ്ങളിലേക്ക് അവരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി പറഞ്ഞയച്ചു. ഇത് കാരണം അവിടുത്തെ ആയിരക്കണക്കിന് മുസ്ലിം ഗ്രാമങ്ങൾ ശൂന്യമായി. സ്റ്റാലിന്റെ പൈശാചികമായ നരഹത്യയുടെ ഏതാനും അവശിഷ്ടങ്ങൾ നമ്മുടെ കാലത്ത് വെളിച്ചം കണ്ടിട്ടുണ്ട്.